മീഡിയാടെക്കിൻ്റെ മീഡിയാടെക് ഡിമെൻസിറ്റി 9400 പ്ലസ് എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറാണ്. ഇപ്പോൾ മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ചെറിയ അപ്ഗ്രേഡഡ് വെർഷനാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 9400 പ്ലസ് എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന 3nm പ്രോസസ്സറാണ്. ഒക്ടാ കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. ഇതിൽ 3.73 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X925ൻ്റെ ഒരു കോറും, അതുപോലെ തന്നെ 3.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ൻ്റെ 3 കോറുകളും, അതുപോലെ തന്നെ 2.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 4 കോറുകളും വരുന്നുണ്ട്. ഇപ്പം പഴയ മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഈ മെയിൻ കോറിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 3.63 GHz ആണ്. അത് മാറ്റിയിട്ട് 3.73 GHz ആക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലോക്ക് സ്പീഡ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു അപ്ഗ്രേഡൊക്കെ ആയിട്ട് ഇതിൽ വരുന്നത്. എന്തായാലും മികച്ചൊരു CPU ഇതിൽ വരുന്നുണ്ട്. പിന്നെ GPUയുടെ കാര്യത്തിൽ ഇമ്മോർട്ടാലിസ് G925 GPU ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 10667 MB/s വരെ ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xൻ്റെ റാം വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരെയും ഇതിൽ സപ്പോർട്ട് ചെയ്യും. എയുടെ കാര്യത്തിൽ മീഡിയാടെക് NPU 890 ആണ് വരുന്നത്. ഇപ്പം പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം 20% ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇപ്പം WQHD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 180 Hz റീഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ഡിസ്പ്ലേ ഒക്കെ മാക്സിമം രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ImageQ1090 ISP ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 320 MP ക്യാമറ സെൻസർ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പം മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറിൽ വരുന്നത് പോലത്തെ ഒരു ISP തന്നെയാണ് ഇതിലും വരുന്നത്. 8K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ബ്ലൂടൂത്ത് 6.0യുടെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ ടു ഫോൺ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ റേഞ്ച് 10 കിലോമീറ്റർ വരെ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ Wi-Fi 7ൻ്റെ സപ്പോർട്ടിന് ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് 7.3 GB/s വരെ എത്തുന്നതായിരിക്കും. 5G സപ്പോർട്ട് ഉണ്ട്. സബ് 6 GHz വരുന്ന 5G ആണ് മെയിനായിട്ട് വരുന്നത്. ഡൗൺലോഡ് സ്പീഡ് 7 GB/s വരെ എത്തുന്നുണ്ട്. അപ്പം വളരെ മികച്ച ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സറിൽ വരുന്നത്. മെയിനായിട്ട് മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ, ഇപ്പം ഓൾറെഡി Oppo Find X8s അതുപോലെ തന്നെ Oppo Find X8 Plus എന്നീ ഫോണുകൾ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെയും ബ്രാൻഡുകൾ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. വിവോയുടെ X200Sൽ ഈ ഒരു പ്രോസസ്സർ വരും. അതുപോലെ തന്നെ Realme GT7ലൊക്കെ ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. വേറെയും ബ്രാൻഡുകൾ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കാണുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഒരു പ്രോസസ്സർ ഒരു 45,000 ടു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ ഇത് കണ്ടേക്കാം. ഈവൻ ഒരു 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലും ഈ ഒരു പ്രോസസ്സർ കണ്ടേക്കാം. അപ്പം ആ ഒരു എൻഡിങ് പ്രൈസ് ഏതുവരെയും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഉള്ളതിൽ ടോപ്പിൽ വരുന്ന പ്രോസസ്സർ തന്നെയാണ് ഇത്. സ്നാപ്ഡ്രാഗൺ 8L8 എന്നുള്ള പ്രോസസ്സറിനൊക്കെ കോമ്പറ്റീഷനായിട്ട് വരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. എന്തായാലും മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ അപ്ഗ്രേഡ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ് ഇത്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് ഈ ഒരു പ്രോസസ്സർ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.